ഹലോ ഗൈസ്, DS റിയാക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ മോസ്റ്റ് അവൈറ്റഡ് മൂവിയുടെ ടീസർ റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എമ്പുരാൻ ടീസർ കാണാം. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചില്ലാൻ ഒരാളെ സ്റ്റീഫൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Quraysh Abraham Nexus in one place. This is our chance. Shall we move in? സോ ആരാണ് ഈ സ്റ്റീഫൻ? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവൺ, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവനൊരു പേര് ലൂസിഫർ. He's coming back. അബ്രാം, ഖുറേഷി അബ്രാം. I hear gunshots. We're moving in. അബ്രാം. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. മാർച്ച് 27 ബുക്ക് അങ്ങനെ പറയാം. എല്ലാവരും കേരളത്തിൽ ഒരാൾ പോലും കാണാണ്ടിരിക്കില്ല. എന്താ പറയാ, മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രെയിലർ തന്നെ ആദ്യമായിട്ടാണ്. അത്രയ്ക്ക് ക്വാളിറ്റി ട്രെയിലറിന്. ടീച്ചർ അടിപൊളിയായിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലൂസിഫർ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ കൺഫ്യൂഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു സ്റ്റാൻഡേർഡ് മൂവി ആണെന്ന് പറയുന്നത്. മുരളി ഗോപി പറഞ്ഞത് ഇതൊരു സ്റ്റാൻഡേർഡ് മൂവി ആണെന്ന്. പക്ഷെ കണക്റ്റഡായിരിക്കും. പിന്നെ ഇതിന് 3 തേർഡ് പാർട്ട് ഉണ്ടെന്നും പറയുന്നുണ്ട്. കൺഫേം തേർഡ് പാർട്ട് ഉണ്ട്. അതെ, നേരത്തെ ലോഞ്ച് ഇവന്റില് പൃഥ്വിരാജിന് കൊടുക്കുന്ന തേർഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. ലൈക്ക മൂവീസ് ആണ് പ്രൊഡക്ഷൻ. പുറത്തുവിട്ടിട്ടില്ല. അതിലിപ്പോ പടം റിലീസായി കഴിഞ്ഞ് കളക്ഷനൊക്കെ അപ്പോഴേ പറയുള്ളായി. ഇപ്പൊ എന്തായാലും മലയാളത്തില് മഞ്ഞുമൽ ബോയ്സ് ആണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതിന് വെട്ടുന്ന ഐറ്റം ഉണ്ടാകുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. നല്ല ഐറ്റം ഉണ്ട്. മാർച്ച് 27 തിയേറ്ററിൽ കാണാം. ഇനിയിപ്പോ ഇതിന്റെ സോങ്സ് വരാനുണ്ട്, അല്ലാതെ റിലീസ് ട്രെയിലർ വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഇതിന് ഒരുപാട് സസ്പെൻസ് ഉള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ക്യാരിയേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെ, എന്തായാലും പ്രതീക്ഷയ്ക്ക് യാതൊരു കുറവുമില്ല. ഹൈപ്പാണ്. ഇപ്പൊ തന്നെ പടം നല്ല ഹൈപ്പാണ്. നല്ല ഹൈപ്പില് പോയിട്ടുണ്ട്. എന്തായാലും ആരൊക്കെ കംബാക്ക് ആയിരിക്കും. അതെ, നല്ലൊരു തിരിച്ചുവരവ് ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും പൃഥ്വിരാജ് കാണിച്ചു തരും. ആ ഒരു വിഷൻ, അത്രയ്ക്ക് വിഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടർ കൂടെയാണ്. അതിലൂടെ ഒരു പറയുന്നുണ്ട് പുള്ളിയുടെ അഭിനയിക്കുകയും. പിന്നെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി കാണട്ടെ. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്രെയിം സെറ്റ് തന്നെ ആദ്യമായിട്ടാണ്. ക്വാളിറ്റി ഒരു ക്വാളിറ്റിക്ക് ഒരു കുറവില്ല, ഒന്നും ഒരു കുഴപ്പം പറയാനില്ല. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്.
പണി അറിയാവുന്ന എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും. തമിഴില് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന പോലെ മലയാളത്തില് പൃഥ്വിരാജ്. പൃഥ്വിരാജാണ് പറയാം. മലയാള സിനിമ വേറെ റേഞ്ചിലേക്ക് എത്തിക്കാൻ. അപ്പൊ എന്തായാലും നമുക്ക് മാസം 27 തിയേറ്ററിൽ കാണാം. അതിനിടയ്ക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് വരാനുണ്ട്. എല്ലാം റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് റൂമേഴ്സ് കറക്കി ഇറക്കുന്നുണ്ട്. കൺഫേം റൂമേഴ്സ് നമ്മൾ എന്തായാലും ചെയ്യും. എമ്പുരാൻ എല്ലാ അപ്ഡേറ്റ്സും എമ്പുരാൻ മാത്രമല്ല എല്ലാ മൂവീസും സോങ്സും എല്ലാം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കംപ്ലൈന്റ്സോ എന്തെങ്കിലും മൂവീസോ മൂവി ട്രെയിലേഴ്സോ സോങ്സോ എന്തെങ്കിലും റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. നമ്മളത് അടുത്ത വീഡിയോയിൽ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.